നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകി അഷ്കറിന്റെ ആദ്യ ഭാര്യയെ ആശുപത്രിയിലെത്തിക്കണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ആദ്യ ഭാര്യ ആമിന നേരിട്ട കൊടും പീഡനം പുറത്തെത്തിച്ചത് 24 ആണ്. ആമിനെ നേരിൽ കാണുമെന്ന് മന്ത്രി അറിയിച്ചത് 24 എൻകൗണ്ടറിലായിരുന്നു. ഞാനവിടെ ഇല്ലായിരുന്നു. ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളോട് മക്കൾ ധൈര്യമായിട്ടിരി പിടിക്കായിട്ടിരുന്ന് മരുന്നും കഴിച്ച് ഇരുന്ന് പെട്ടെന്ന് പഴയ പോലെ നമുക്ക് ഓടി അടക്കല്ലേ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇനി ഈ വ്യക്തിയെ മേഘ്ന മുരളിയുണ്ട് വിവരങ്ങൾ നൽകാൻ. മേഘ്ന, അതിക്രൂരമായ പീഡനമാണ് ആ പെൺകുട്ടി നേരിട്ടത്. ഇന്നും അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തയായിട്ടില്ല. നേരെ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷെ എങ്കിലും ആമിനെ വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അഷ്കറിൽ നിന്നും നേരിട്ട ആ ക്രൂരതകൾ മന്ത്രിയോടും, അല്ലേ? തീർച്ചയായും മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിനയുള്ളത്. കഴിഞ്ഞ 1 വർഷക്കാലം കോമയിലായിരുന്നു. ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അതിന്റെ ഒരു പാതയിലാണ്. അതിനിടയിലും അവർക്ക് കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ള കാര്യം പോലും തുറന്ന് പറയാൻ, അത് വ്യക്തതയോടെ പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല. പക്ഷേ അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ 24നോട് പ്രതികരിച്ചതാണ്. അതിന് പിന്നാലെയാണ് മന്ത്രി എത്തുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണയോടും ഈ കാര്യങ്ങൾ തന്നെയാണ്, തന്നെ മുഖത്തടിച്ചു, തലയ്ക്ക് അടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി ബിന്ദു കൃഷ്ണയോടും ആമിന പറയാൻ ശ്രമിക്കുന്നത്. കൂടാതെ ആമിനയുടെ അമ്മയും അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അവരും പറയുന്നത് തങ്ങൾക്ക് നീതി വേണം, കാരണം ഇനി ഒരു സ്ത്രീക്കും ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് മന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തത്. തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ ഉണ്ടായി, അതിനൊരു നീതി വേണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് മന്ത്രി ബിന്ദു കൃഷ്ണ എത്തുകയും ആമിനയെ നേരിട്ട് കാണുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ബിന്ദു കൃഷ്ണ ഉറപ്പു നൽകുന്ന കാര്യങ്ങൾ, അത് സമഗ്ര അന്വേഷണം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകി. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ചികിത്സാ സഹായം സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമോ, ആ കാര്യം ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ബിന്ദുകൃഷ്ണ ഇപ്പോൾ ആമിനയെ കണ്ടു മടങ്ങിയിട്ടുണ്ട്. ഒരു സമഗ്ര അന്വേഷണം അടക്കമുള്ള നീതി ഉറപ്പായും ലഭിക്കുമെന്നുള്ളതാണ് ബിന്ദുകൃഷ്ണ പറയുന്നത്. ഇപ്പോഴും ആമിനയെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ അത് ഈ അഷ്കർ എത്രത്തോളം ക്രൂരനായിരുന്നു, അവർ എത്രത്തോളം ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. കാരണം ആ ഒരു പീഡനത്തിന്റെ, ശാരീരിക പീഡനത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോഴും അവർ ഈ ആശുപത്രി കിടക്കയിൽ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ആക്രമണം നടന്ന് നാളുകളേറെയായിട്ടും ആമിനയ്ക്ക് ഇതുവരെ അതിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസാരിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ പോലും ആമിന അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇനി നടപടിയാണ് വേണ്ടത്, ഇടപെടലാണ് വേണ്ടത്. അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്, അവർ അനുഭവിച്ച പീഡനങ്ങൾ കേൾക്കുമ്പോൾ. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതിന് അവർക്കിപ്പോൾ കഴിയുന്നുണ്ട് എന്നുള്ളതിൽ ഒരു നേരിയ രീതിയിൽ ഒരു ആശ്വാസവുമുണ്ട്. ഒരു ഇടപെടൽ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.